എരുമേലിയിൽ കിണർ വൃത്തിയാക്കാനിറങ്ങിയ യുവാവും യുവാവിനെ രക്ഷിക്കാനിറങ്ങിയ ഓട്ടോറിക്ഷ തൊഴിലാളിയും ശ്വാസം കിട്ടാതെ മരിച്ചു. ഇന്നുച്ചയ്ക്ക് 12:30യോടെയാണ് നാടിനെ നടുക്കിയ ഈ സംഭവം നടക്കുന്നത്. കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ ശ്വാസം കിട്ടാതെ യുവാവും രക്ഷിക്കാനിറങ്ങിയ ഓട്ടോ ഡ്രൈവറും മരിച്ചു. പെയിന്റിംഗ് തൊഴിലാളിയായ കൂവപ്പള്ളി 4 മൈൽ കൈപ്പൻപ്ലാക്കൽ തങ്കപ്പന്റെ മകൻ അനീഷ്, എരുമേലിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ ആറ്റുകാൽ പുരയിടം ഗോപകുമാർ എന്നിവരാണ് മരിച്ചത്. 35 അടിയോളം താഴ്ചയുള്ള കിണറിൽ ആദ്യം അനീഷാണ് കുടുങ്ങിയത്. പിന്നീട് രക്ഷിക്കാനായി ബിജുവും ഇറങ്ങി. ഇന്ന് രാവിലെ 12:30 എരുമേലി ടൗണിന് സമീപമാണ് സംഭവം. ഷൈബുവിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ താമസിക്കുന്ന സന്തോഷിനൊപ്പം പെയിന്റിംഗ് തൊഴിലാളിയാണ് അനീഷ്. വീടിന്റെ പിൻഭാഗത്തുള്ള കിണർ തേക്കി വൃത്തിയാക്കുന്നതിനായി സന്തോഷിന്റെ ആവശ്യപ്രകാരം രാവിലെ എത്തിയതാണ് അനീഷ്. ആദ്യം കിണറ്റിലിറങ്ങി കാട് പറിച്ച് വൃത്തിയാക്കി, പിന്നീട് വീണ്ടും ഇറങ്ങുകയായിരുന്നു. ഉടൻ തന്നെ വിറയൽ അനുഭവപ്പെട്ടതായി സന്തോഷിനെ അറിയിച്ചു. സന്തോഷ് ബന്ധുവായ ബിജുവിനെ വിളിച്ചു വരുത്തി. ബിജു വന്നയുടൻ കിണറ്റിലിറങ്ങി. ശ്വാസം കിട്ടാതെ രണ്ടുപേരും 2 അടിയോളം വെള്ളമുള്ള കിണറ്റിൽ ബോധരഹിതരായി കിടന്നു. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുമെത്തിയ അഗ്നിശമന സേനയാണ് ഇരുവരെയും കരക്കെത്തിച്ചത്. എന്നാൽ രണ്ടുപേരും മരണപ്പെട്ടു. മൃതദേഹങ്ങൾ എരുമേലി CHCയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കിണറിനുള്ളിൽ വായു ലഭിക്കാതെ വന്നതാണ് അപകടപ്പെടാൻ കാരണം. ആദ്യം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ശ്വാസം കിട്ടാതെ തിരിച്ചു കയറേണ്ടി വന്നു. കിണറ്റിൽ ഓക്സിജൻ സിലിണ്ടർ ഇറക്കി വായു ലഭ്യമാക്കിയതിനു ശേഷമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കിണറ്റിലിറങ്ങിയത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കൊപ്പം പോലീസും നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. അങ്ങനെ ഒരാൾ ഒറ്റയ്ക്ക് നടക്കുന്ന കാര്യമല്ലേ, രണ്ടുപേരും കൂടെ ശരിക്കും പാടുപെട്ടാണ് ആളെ ഓരോരുത്തരായിട്ട് നെറ്റിൽ കയറ്റി നമ്മൾ വന്നപ്പോൾ രണ്ടുപേരും ഓക്സിജൻ ഇല്ല. ഞങ്ങൾ BSH സിലിണ്ടർ ഓക്സിജൻ സിലിണ്ടർ പൊട്ടിച്ച് താഴെ ഇറക്കിയിട്ടാണ് ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിയത്.